തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു വലിയ വിരോധാഭാസം കൂടി ഒന്ന് പറയട്ടെ. കേന്ദ്രത്തിൽ NDAയ്ക്കൊപ്പം കേരളത്തിൽ LDFനൊപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിലും കത്തിയേന്തിയ കർഷക ചിഹ്നത്തിൽ ഇടതുമുന്നണിക്കായി വോട്ട് തേടും. പറഞ്ഞു വരുന്നത് ജനതാദൾ എസിനെ കുറിച്ചാണ്. ഇതെന്ത് പരിപാടി എന്നൊന്നും ആരും ചോദിക്കരുത്. രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെയാണ്. കർണാടക ഘടകം BJPക്കൊപ്പം ചേർന്നതോടെയാണ് കേരളത്തിൽ JDS പെട്ടുപോയത്. നിലപാട് വ്യക്തമാക്കണമെന്ന് CPM ആവശ്യപ്പെട്ടപ്പോൾ പാർട്ടി നിലപാട് പ്രഖ്യാപിച്ചു. അതുവേ ഇത് റേ കർണാടക ഘടകവുമായുള്ള ബന്ധമൊക്കെ വിച്ഛേദിച്ച് ഞങ്ങളിതാ പുതിയ പാർട്ടി ഉണ്ടാക്കും. പക്ഷേ പുതിയ പാർട്ടി ഉണ്ടായില്ല. കേരളത്തിലെ JDS ആകെ കൺഫ്യൂഷനിലായി. സമാജ്വാദി പാർട്ടിയിൽ ലയിച്ചാലോ എന്ന ആലോചന. പക്ഷേ SP-ക്ക് രാഹുൽ ഗാന്ധിയുമായി അടുത്ത ബന്ധമുണ്ട്, കോൺഗ്രസുമായി അടുത്ത ബന്ധമുണ്ട്, പാടില്ല എന്ന് ഒരു കൂട്ടർ വാദിച്ചു. അങ്ങനെ അതും നടന്നില്ല. പിന്നെ പുതിയ പാർട്ടിക്കുള്ള അപേക്ഷ നൽകി. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്ന പേരുമിട്ടു. ലയന സമ്മേളനം ഈ മാസം നടത്താനും പ്ലാൻ ചെയ്തു. പക്ഷേ പുതിയ പാർട്ടിക്ക് ഇതുവരെ അനുമതി കിട്ടിയില്ല. അതിന് ആത്മാർത്ഥമായി ശ്രമിച്ചോ ആവോ, അതോ കേന്ദ്രത്തിലും പിടിയുണ്ട് എന്ന് പറയാനുള്ള അവസരം കളയേണ്ട എന്ന് ആരെങ്കിലും കരുതിയതാണ്. പുതിയ പാർട്ടി എന്തായാലും കടലാസിൽ ഒതുങ്ങി. BJPയെ നഖശിഖാന്തം എതിർക്കുന്നു എന്ന് പറയുന്ന CPM-നും ഘടകകക്ഷിയുടെ BJP ബന്ധത്തിൽ വലിയ എതിർപ്പൊന്നുമില്ല. പാർട്ടി ഇല്ലെന്ന് കരുതി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കാൻ പറ്റുമോ? ആറ്റുനോറ്റു വരുന്ന അവസരമാണ്. എങ്ങനെ കളയും? പിന്നെ ഒന്നും നോക്കിയില്ല. JDS എങ്കിൽ JDS തന്നെ, അങ്ങനെ തന്നെ മത്സരിച്ചു കളയാമെന്ന് തീരുമാനവുമായി. ഇത് കേരള JDS-ന്റെ സ്വന്തം അടവ് നയം.